പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂട്ടിയിട്ട വീടിനുള്ളിൽ നമ്മുടെ വേദയും വിക്രമും തനിച്ചാവുന്നുണ്ട് കേട്ടോ. വീടിനുള്ളിൽ വിക്രമും വേദയും ഉണ്ടെന്നുള്ള വിവരം അറിയാതെ നമ്മുടെ കമലാമ്മയും മാഷും വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും തന്നെ പുറത്തു നിന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് നന്ദിനിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്നതിന് വേണ്ടി. ഡോറ് ലോക്കാണെന്ന വിവരം അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ വിക്രമിന് ദേഷ്യം വരും കേട്ടോ. അവൻ വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവനക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ മിച്ചം വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എല്ലാ പാത്രങ്ങളും തുറന്ന് നോക്കുന്നുണ്ട്. വേദ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഡപ്പകളൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്, മിച്ചറുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓ അതിൽ നിന്നിരിക്കുന്ന മിച്ചറായിരിക്കും നോക്കുന്നത്, അല്ല വിക്രം, അത് ഞാനെടുത്ത് കഴിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, എടി വേദാളമേ, കുറച്ചെങ്കിലും ബാലൻസ് വെക്കാമായിരുന്നില്ലേ, എങ്കിലും എനിക്ക് കഴിക്കാമായിരുന്നല്ലോ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാനേ ഇതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് ആവേ വേണ്ടുള്ളൂ, കറിയൊന്നും ആവേ വേണ്ടുള്ളൂ, ചോറായിട്ടുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ വെക്കുന്ന ചോറ് ഞാൻ കഴിക്കാനോ, എൻ്റെ പട്ടി കഴിക്കും, എനിക്കൊന്നും വേണ്ട നിൻ്റെ ഭക്ഷണം, അതെ ഞാൻ നിന്നേക്കാളും നന്നായി കുക്ക് ചെയ്യും, അതറിയോ നിനക്ക് എന്ന് പറയാട്ടോ. ഓ അങ്ങനെയാണോ, എന്നാൽ ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ വേദയും പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക വേദ. അപ്പോൾ ബാലൻസ് ഉള്ളത് വിക്രം എടുത്ത് കട്ട് ചെയ്തിട്ട് മസാലകളെല്ലാം ചേർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ അബദ്ധവശാൽ നമ്മുടെ വിക്രമിൻ്റെ കയ്യിൽ നിന്നും ഈ കറിക്കുള്ള പാത്രം താഴെ വീണിട്ട് എല്ലാം പോവാട്ടോ, നിലത്തിങ്ങനെ വീഴുകയാണ്. പക്ഷേ ഇത് കാണുന്ന വേദയ്ക്ക് നന്നായി വിഷമാവുന്നുണ്ട് കേട്ടോ. വിക്രം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അതങ്ങ് താഴെ വീഴുന്നത് കാണുമ്പോഴേ വേദയ്ക്കും വിഷമാവുന്നുണ്ട്. അങ്ങനെ വിക്രം എൻ്റെ ഒരു കഷ്ടകാലം എന്നും പറഞ്ഞുകൊണ്ട് തലയിൽ കൈ കൊടുത്ത് വിക്രം അങ്ങ് പോവുക കേട്ടോ റൂമിലേക്ക്. പിന്നീട് നമ്മുടെ രാധനെ കേട്ടോ കാണിക്കുന്നത്. രാധയുടെ വണ്ടി കാണുന്നില്ല. അവൾ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി കടയിൽ കയറുന്നുണ്ട്. കുടിച്ചിറങ്ങുമ്പോൾ ആ വണ്ടി അവിടെ കാണുന്നില്ല. അപ്പോൾ അവൾ എല്ലായിടത്തും തിരയുകയാണ്. പിന്നീടാണ് അവൾക്ക് ഓർമ്മ വന്നത് വണ്ടിയുടെ അടവടക്കാത്തതുകൊണ്ട് സേട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ വേഗം സേട്ടിനെ വിളിക്കുകയാണ്. സേട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് രാധ. അവിടെ ചെന്ന് നോക്കുമ്പോൾ സേട്ട് പറയുന്നുണ്ട്, അതെ 2 അടവടയ്ക്കാണ്ട്, നിനക്ക് ഞാൻ ഒരുപാട് അവധികളൊക്കെ തന്നതാണ്, പക്ഷെ അതൊന്നും നീ മൈൻഡ് ചെയ്യുന്നില്ല, അത് എനിക്ക് പറ്റത്തില്ല. എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, നീ ഇനി മുഴുവനായിട്ട് അടച്ചിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി, 2 അടവും അടച്ചതിന് ശേഷം മാത്രമേ വണ്ടി തരത്തുള്ളൂ എന്ന് പറയാട്ടോ. അങ്ങനെ നമ്മുടെ രാധ ചേട്ടിൻ്റെ കാല് പിടിച്ച് പറയുന്നത് പോലെ പറയുന്നുണ്ട്, എൻ്റെ ഉപജീവനമാർഗം ഇതാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാനിത് അടച്ചു തീർത്തോളാം, വണ്ടി എനിക്ക് വേണം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ചേട്ടൻ അതൊന്നും കേൾക്കുന്നില്ല. രാധ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീട് രാധ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്. വേഗം വിക്രമിനെ വിളിക്കുന്നുണ്ട് ആദ്യം. പക്ഷേ വിക്രമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. വിക്രമിൻ്റെ ഫോണ് കേട് വന്നതുകൊണ്ട് തന്നെ അത് സ്വിച്ച് ഓഫാണ്. പിന്നീട് ഇങ്ങനെ രാധ ആലോചിക്കുന്നുണ്ട്, ആർക്കാണ് തന്നെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത്. പെട്ടെന്നാണ് ദർശൻ്റെ മുഖം മനസ്സിലേക്ക് വരുന്നത്. ശരി, ദർശൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, സാറിന് സഹായിക്കാൻ പറ്റിയാലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ദർശൻ്റെ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ദർശൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. രാധ വാ, എന്താ വിശേഷം, എന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ സേട്ട് വണ്ടി കൊണ്ടുപോയ വിവരം പറയുകയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, സോറി രാധ, സേട്ട് ക്യാഷ് അടക്കാത്തതുകൊണ്ട് കൊണ്ടുപോയതല്ലേ, ഇനിയും ഇപ്പോൾ എനിക്കതിലൊന്നും ചെയ്യാനില്ല എന്നിങ്ങനെ തീർത്ത് പറയുക കേട്ടോ. അപ്പോൾ രാധയ്ക്ക് വിഷമാവുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ദർശന് വല്ലാണ്ട് അങ്ങ് എന്തോ പോലെ ആവുക കേട്ടോ, വിഷമാവുകയാണ് അത് കാണുമ്പോൾ. അങ്ങനെ രാധ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം രാജേട്ടനും അനിയൻകുട്ടനും എല്ലാവരും തന്നെ വിക്രമിന് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വിക്രമിനെ വിളിച്ച് കിട്ടുന്നില്ല. എന്ത് പറ്റി, വിക്രം ഇത് എവിടെ പോയി, നമ്മളോട് പറയാണ്ട് എവിടെയും പോവാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ വേദ ഭക്ഷണം പാകം ചെയ്ത് ചോറും കറികളൊക്കെ എടുത്തുകൊണ്ട് റൂമിൽ ചെന്നിരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ പറയുന്നുണ്ട്, ഓ എന്തൊരു ടേസ്റ്റാണ്, ഇത്രയും ടേസ്റ്റ് ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, സാമ്പാറിന് എന്തൊരു ടേസ്റ്റ്, അവിയലിന് എന്തൊരു ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദ.
കഴിക്കണുണ്ട് അതിനിടയിൽ. ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രം വയറിങ്ങനെ ഒഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം വിശക്കുന്നുണ്ടോ എന്ന്. പക്ഷേ വിക്രമിൻ്റെ അഭിമാനം അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോഴും ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദ ഇതെല്ലാം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വേഗം വന്ന് കിടക്കുക കേട്ടോ. ആളിങ്ങനെ കിടക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഓ എന്തൊരാശ്വാസം, ഇത്രയും നേരം നല്ല വിശപ്പായിരുന്നു എനിക്ക്. ആ ഭക്ഷണം അങ്ങ് അകത്ത് ചെന്നപ്പോഴുണ്ടല്ലോ, ഇനിയൊരു നല്ല ഉറക്കം ഉറങ്ങണം, എല്ലാ സമാധാനമായി എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴെ പായ വിരിച്ച് അങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വിക്രം ഇങ്ങനെ വെയിറ്റ് ചെയ്യും വേദ ഉറങ്ങാൻ വേണ്ടി. ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വിക്രം അങ്ങ് പതുക്കെ കിച്ചണിലേക്ക് ചെല്ലുക കേട്ടോ. എന്നിട്ട് പാത്രങ്ങളെല്ലാം തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും കാണില്ല. ഓ ഇവളെല്ലാം വിഴുങ്ങിയോ, ഒരു തരി പോലും ബാലൻസ് വെച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തിരിയുന്ന സമയത്ത് നമ്മുടെ വേദ ഒരു പ്ലേറ്റ് ചോറും കറികളും എല്ലാം വിളമ്പി ടേബിളിൽ വിക്രമിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. വിക്രം പെട്ടെന്നാണ് അത് കാണുന്നത്. ചെന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് കഴിക്കുക കേട്ടോ. വിക്രമിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്, വാരി വാരി കഴിക്കുകയാണ്. നമ്മുടെ വേദ പതുക്കെ എഴുന്നേറ്റ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നല്ല സന്തോഷത്തോടെ അവളുടെ മനസ്സ് നിറയാണ് വിക്രം ഇങ്ങനെ വാരി കഴിക്കുന്നത് കാണുമ്പോൾ. അതെല്ലാം നോക്കി നിൽക്കുക കേട്ടോ. പക്ഷേ വിക്രമാണെങ്കിൽ വേദയെ കാണുന്നുമില്ല. ഭക്ഷണം കഴിച്ച് കഴുകിയിട്ടേക്ക് തിരിയുന്ന സമയത്ത് നമ്മുടെ വേദ എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം, ഞാൻ വെച്ച ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വിക്രം അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇതറിയാനാണോ നീ പതുക്കെ വന്ന് നിൽക്കുന്നത്, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ഒരാൾ നല്ലത് ചെയ്യുമ്പോഴേ നല്ലതാണെന്ന് പറയാൻ നിങ്ങളുടെ അഭിമാനം സമ്മതിച്ച് തരത്തില്ലല്ലോ. അല്ലെങ്കിലും നിങ്ങൾ വയറിപ്പോൾ ഞാനല്ലേ നിറച്ചത്, എത്ര എങ്ങനെ വിശക്കുന്ന വയറായിരുന്നു, ആ വയറേ ഞാൻ വെച്ച ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലേ നിറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട്. പക്ഷേ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. തിരിഞ്ഞങ്ങ് പോവുകയാണ്. പിന്നീട് കരഞ്ഞുകൊണ്ട് രാധ വീട്ടിൽ കയറി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. രാധയുടെ അമ്മ രാധയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നിൻ്റെ അഹമ്മതി കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അന്നേ ഈ വിക്രമിനെ നീ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയും പിന്നെ അവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കുറേ കാശ് നിനക്ക് ചിലവായില്ലേ, അതുകൊണ്ടൊക്കെ തന്നെയാണ് നിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം കഴിഞ്ഞത്. എന്തായാലും നീ വിഷമിക്കണ്ട, നീ എൻ്റെ മകളായി പോയില്ലേ, ഞാൻ എനിക്ക് പറ്റുന്നിടത്തെല്ലാം ചോദിച്ചിട്ട് കുറച്ച് കാശ് സംഘടിപ്പിക്കാം. അതുപോലെ നീയും നിനക്കറിയാവുന്നിടത്തൊക്കെ ചോദിച്ചു നോക്ക്. പിന്നെ 40,000 രൂപ വേണ്ടതല്ലേ, എല്ലാം കൂടെ ഒരാളുടെ കയ്യിൽ നിന്നും ചോദിക്കേണ്ട, പലവരുടെ കയ്യിൽ നിന്നായി ഒരു 10,000 രൂപ വീതം നീ ചോദിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, ഓ നിനക്ക് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നോടെ, അപ്പോൾ എനിക്കൊരു 100 രൂപ കുടിക്കാൻ ആവശ്യമുണ്ട് ബ്രാൻഡി മേടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു 10 പേരുടെ കയ്യിൽ നിന്നും 10 രൂപ മേടിച്ചാൽ അങ്ങനെ ചെയ്യാലേ, 100 രൂപ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾ ചെന്ന് ചോദിക്ക്, ഇനി തെണ്ടേണ്ട അവസ്ഥ കൂടിയേ വേണ്ടുള്ളൂ, ബാക്കിയെല്ലാം തികഞ്ഞിട്ട് ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രാധയ്ക്ക് അമ്മ പറയുന്നത് കേട്ട് കുറച്ചൊരു സമാധാനം ആവും കേട്ടോ.